ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 NDPC എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ജോഗ്രഫിയിൽ നിന്നും കഴിഞ്ഞ NDPC എക്സാമിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പീക്കുകളും മൗണ്ടൻസും ഹിൽ സ്റ്റേഷൻസും ഈ ഒരു ഭാഗത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫിസിയോഗ്രാഫിയിൽ, ഇന്ത്യൻ ഫിസിയോഗ്രാഫിയിൽ പറഞ്ഞൊരു പാർട്ടാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻസും പിന്നെ അതുപോലെ ഇന്ത്യയിലെ മൗണ്ടൻസും പീക്സും ഒക്കെ. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വർഷവും ചോദ്യങ്ങൾ വരുന്നതാണ്. സോ ആ ഒരു സെഷനിൽ നിന്നും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ഈ വർഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് പോയല്ലോ ചോദ്യങ്ങളിലേക്ക്. ഫസ്റ്റ് ചോദ്യം, ദ ഹിൽ സ്റ്റേഷൻ മൗണ്ട് അബു ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മൗണ്ടൻ ചെയിൻസ്? മൗണ്ട് അബു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മലനിരയാണല്ലേ നമ്മുടെ ആര് ഈ മൗണ്ട് അബു എന്ന് പറയുന്നത് അല്ലേ. മൗണ്ട് അബു എവിടെയാണ് വരുന്നത്? നമ്മുടെ രാജസ്ഥാനിലാണ് അല്ലേ. രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. മൗണ്ട് അബു ഏത് ഹിൽസിന്റെ, ഏത് മൗണ്ടൻ റേഞ്ചിന്റെ ഭാഗമാണ് അല്ലേ. അപ്പൊ രാജസ്ഥാനം നമുക്കറിയാം. മൗണ്ട് അബു എവിടെയാണ് വരുന്നത്? രാജസ്ഥാനിലാണ്. അപ്പൊ രാജസ്ഥാനാണെങ്കിൽ നമുക്കറിയാം അത് ഏത് മലനിരയാണ്? ഓപ്ഷൻ ഡി, ആരാവല്ലി മൗണ്ടൻ റേഞ്ച് ആണ് അല്ലേ. ആരാവല്ലിയുടെ ഭാഗത്താണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മൗണ്ട് അബു എവിടെയാണ്? ആരാവല്ലി റേഞ്ച് അല്ലേ. ആരാവല്ലി എവിടെയാ? നമ്മുടെ രാജസ്ഥാനിലാണ് അല്ലേ. സോ വളരെ പ്രധാനപ്പെട്ട ഒരു മലനിരയാണ് ആരാവല്ലി. ആരാവല്ലി ഏറ്റവും പ്രത്യേകത, ആരാവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആരാണ്? ആരാവല്ലി. ആ ആരാവല്ലി ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. ഇനി ആരാവല്ലിയിലെ പീക്ക് ആരാ? വിച്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ആരാവല്ലി? ആരാവല്ലിയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് അത് ഗുരുഷിക്കാറാണ്. ആരാണ്? ഗുരുഷിക്കാറാണ് ആരാവല്ലിയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് കേട്ടാ. സോ രാജസ്ഥാന്റെ ഹയസ്റ്റ് പീക്ക് എന്ന് ചോദിച്ചാലും ആൻസർ ഒന്നാണ്, ഗുരുഷിക്കാർ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഗുരുഷിക്കാർ ആരാവല്ലിയിലെ ഹയസ്റ്റ് പീക്കാണ് കേട്ടാ. ഏത് സ്റ്റേറ്റ്? രാജസ്ഥാൻ. അവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്, രാജസ്ഥാന്റെ ഒരു ഹിൽ സ്റ്റേഷനാണ് അബു എന്ന് പറയുന്നത്, മൗണ്ട് അബു കേട്ടാ. ഏത് റേഞ്ച്? ആരാവല്ലി റേഞ്ചിൽ വരുന്നത്. സോ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടാ. ആരാവല്ലി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ എന്ന് പറയും. ആരാവല്ലി. ആരാവല്ലിയിലെ പീക്ക് ചോദിച്ചാൽ, മൗണ്ടൻ ചോദിച്ചാൽ ഗുരുഷിക്കാർ, ഹിൽ സ്റ്റേഷൻ മൗണ്ട് അബു. ഓക്കെ, ആരാവല്ലി സെറ്റ് അല്ലേ. നമുക്ക് അടുത്ത മലയിൽ പോയാലോ. അടുത്ത മല പിടിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ലോങ്സ്റ്റ് റേഞ്ച് ഇൻ ലെസ്സർ ഹിമാലയ? ഓക്കെ, നമുക്ക് ഹിമാലയത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹിമാലയത്തെ 3 പാർട്ടായി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഹിമാദ്രി അല്ലെ, ഏറ്റവും ടോപ്പ് വശം. ഗ്രേറ്റർ ഹിമാലയ അല്ലെ, ഗ്രേറ്റർ ഹിമാലയ വിളിക്കുന്ന പേരെന്താ? ഹിമാദ്രി എന്ന് പറയും. അതാണ് ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പ് വശം അല്ലെ. അതെങ്കിൽ രണ്ടാമത്തെ വശമാണ് ഏത്? ഹിമാചൽ എന്ന് പറയുന്ന കുറച്ചുകൂടി താഴ്ന്ന പ്രദേശം, ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയ എന്ന് പറയും. ഏതാണ്? ലെസ്സർ ഹിമാലയ. പിന്നെ ഏറ്റവും താഴത്തത് എന്താണ്? സിവാലിക് എന്ന് പറയുന്ന റീജിയൻ. ഹിമാലയത്തിന്റെ 3ാം തട്ട് സിവാലിക് അഥവാ ഔട്ടർ ഹിമാലയ എന്ന് പറയും അല്ലെ. സോ ഇങ്ങനെ 3ആയി ഹിമാലയത്തെ നമുക്ക് തിരിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, സോ നമ്മുടെ ചോദ്യം, ലെസ്സർ ഹിമാലയയിൽ ഈ ഒരു പാർട്ടിലെ ഏറ്റവും ലോങ്സ്റ്റ് മൗണ്ടൻ റേഞ്ച് ആരെന്നാണ് ചോദ്യം. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. സസ്കർ അല്ല, ലഡാക്ക് അല്ല, പിർപ്പാഞ്ചൽ കാരക്കോറം. എന്തായാലും കാരക്കോറം അല്ല. കാരണം ഇതെന്തുകൊണ്ട് നമ്മൾ ഇത് 3 അല്ലെന്ന് പറയാൻ കാരണം അതിന് റീസൺ ഉണ്ട് അല്ലേ. കാരണം സസ്കർ, ലഡാക്ക്, കാരക്കോറം ഇവർ 3 എന്നുള്ളത് ട്രാൻസ് ഹിമാലയയുടെ ഭാഗമാണ് അല്ലേ. നമ്മുടെ ഹിമാലയത്തിന്റെ മുകളിൽ വരുന്ന 3 മലനിരയാണ് ട്രാൻസ് ഹിമാലയ അല്ലേ. ആ ട്രാൻസ് ഹിമാലയയിലെ 3 പാർട്ടാണ് ആരൊക്കെ? കാരക്കോറം, രണ്ടാമത് ലഡാക്ക്, മൂന്നാമത് സസ്കർ അല്ലെ. അത് ഹിമാലയത്തിന്റെ ഭാഗമല്ല. സോ ഇതിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ മിച്ചമുള്ളൂ, പിർപ്പാഞ്ചൽ റേഞ്ച് ആണ് കേട്ടോ. പിർപ്പാഞ്ചൽ നമ്മുടെ ഈ ശ്രീനഗർ സിറ്റിയൊക്കെ വരുന്നത് ഈ പിർപ്പാഞ്ചൽ റേഞ്ചിലാണ്. സോ ഹിമാലയത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയി കിടക്കുന്ന റേഞ്ച് അതിലേത് പാർട്ടിലെ? ലെസ്സർ ഹിമാലയയിലെ ഏറ്റവും ലോങ്സ്റ്റ് റേഞ്ച് ആണ് ഏത്? പിർപ്പാഞ്ചൽ റേഞ്ച് എന്ന് പറയണം. സോ നമ്മുടെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്താ? ബാക്കിയൊക്കെ എന്താണ്? ട്രാൻസ് ഹിമാലയാണ്. അതിലൊന്ന് മാത്രമാണ് എന്ത്? ഈ ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്നത്. ആര്? പിർപ്പാഞ്ചൽ റേഞ്ച്. സോ ഓപ്ഷൻ സി, പിർപ്പാഞ്ചൽ റേഞ്ച് ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം,
ദ കാമറ്റ് പീക്കോക്ക് ഹിമാലയ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലാണ് കാമറ്റ് പീക്ക് വരുന്നത്? സോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പീക്കാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡിലാണ്. നമ്മുടെ ഉത്തരാഖണ്ഡിൽ. ആക്ച്വലി ഉത്തരാഖണ്ഡിലെ ഹയസ്റ്റ് പീക്ക് ആരാ? അത് കാമറ്റ് ആണോ? അല്ല. ഉത്തരാഖണ്ഡിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നന്ദാദേവിയാണ്, അല്ലേ? ഹിമാലയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പീക്കാണ് നന്ദാദേവി. നന്ദാദേവിയാണ് ഉത്തരാഖണ്ഡിലെ ഹയസ്റ്റ് പീക്ക്. അതേ ഉത്തരാഖണ്ഡിൽ വരുന്ന മറ്റൊരു പീക്കാണ് ആര്? ഈ കാമറ്റ് പീക്ക് എന്ന് പറയുന്നത്. കാമറ്റ് ഇവിടെ തന്നെയാണ്, ഉത്തരാഖണ്ഡിലാണ്. പക്ഷെ ഉത്തരാഖണ്ഡിലെ ഹയസ്റ്റ് പീക്ക് നന്ദാദേവി. അപ്പൊ അത് നോട്ട് ചെയ്യണം കേട്ടോ. നന്ദാദേവി പീക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് ആര്? നന്ദാദേവി. അത് കഴിഞ്ഞ് പറഞ്ഞൊരു പീക്കാണ് ഈ കാമറ്റ്. അപ്പൊ കാമറ്റ് എവിടെയാണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. The Western Ghats are locally known by which name in Maharashtra? Okay, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് ചോദ്യം, അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ എത്ര സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും? നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സൗത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരയാണ്, അല്ലേ? അത് മെയിൻലി നമുക്ക് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, അല്ലേ? അങ്ങനെ 6 സ്റ്റേറ്റിലാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? ഈ വെസ്റ്റേൺ ഗട്ട്സിനെ കാണാൻ പറ്റുന്നത്. ആ വെസ്റ്റേൺ ഗട്ട്സിനെ മഹാരാഷ്ട്ര റീജിയനിൽ അറിയപ്പെടുന്ന പേരെന്തെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ നോക്കടാ. ആനമലൈ, സഖ്യാർത്തി, കാർഡമൻ, നീലഗിരി, അല്ലേ? സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി സഖ്യാർത്തി, സഖ്യപർവ്വതം എന്ന് പറയുന്നത്, അല്ലേ? മഹാരാഷ്ട്ര റീജിയനിൽ സഖ്യാർത്തി, സഖ്യപർവ്വതം എന്നാണ് ആരറിയപ്പെടുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്നത്. ഏത് റീജിയനിൽ? മഹാരാഷ്ട്ര റീജിയനിൽ കേട്ടാ, സഖ്യപർവ്വതം കേട്ടാ. ഈ വെസ്റ്റേൺ ഗട്ട്സിലില്ലേ, മഹാരാഷ്ട്രയിൽ വലിയൊരു പീക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. മഹാരാഷ്ട്രയിലെ ഹയസ്റ്റ് പീക്ക് ആരാണ്? നോട്ട് ചെയ്ത് വെച്ചോ. മുമ്പൊരു എക്സാം ചോദിച്ചിട്ടുണ്ട്. കൽ സുബായി പീക്കാണ് കേട്ടാ. നോട്ട് ചെയ്തു കേട്ടോ. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പീക്കാണ് കൽ സുബായി. കൽ സുബായി പീക്ക് എവിടെ? മഹാരാഷ്ട്രയിൽ കേട്ടാ. മഹാരാഷ്ട്രയിൽ വെസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന വലിയൊരു പീക്കാണ് ഏത്? കൽ സുബായി പീക്ക് കേട്ടാ. ഹയസ്റ്റ് പീക്ക് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആരാണ്? കൽ സുബായി കേട്ടാ. അത് നോട്ട് ചെയ്യണം. ഉറപ്പായിട്ട് നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പീക്കാണ് ഏത്? കൽ സുബായി പീക്ക്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഈ ഒരു പീക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം. ഷെവറോയ് ഹിൽസ് ആർ എ പാർട്ട് ഓഫ് ഡാഷ്. ഏത് ഹിൽസിന്റെ പാർട്ടാണ് ഷെവറോയ് ഹിൽസ്? ഷെവറോയ് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽസ് ആണ്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ് വരുന്നത്. ഇത് നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. ആരുടെ ഭാഗമാണ്? ഈസ്റ്റേൺ ഗട്ട്സ്. നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്ന ഒരു ഹിൽസ് ആണ് ഇത് ഷെവറോയ് ഹിൽസ് കേട്ടോ. ഏത് സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഷെവറോയ് ഹിൽസ് ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് ഈ ഒരു കുന്ന് വരുന്നത്, ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗം. അതുപോലെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്ന കുറച്ച് കുന്നുകളുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്ന ഹിൽസ് ആണ് ഒന്ന് ആനമലൈ ഹിൽസ്, ആനമലൈ ഹിൽസ്. ഒന്ന് കാർഡമൻ ഹിൽസ്, കാർഡമൻ ഹിൽസ്. ഒന്ന് പളനി ഹിൽസ് കേട്ടോ. ഇതൊക്കെ ആരുടെ ഭാഗമാണ്? വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്ന ഹിൽസുകളാണ് ആനമലൈ ഹിൽസ്, കാർഡമൻ ഹിൽസ്, പളനി ഹിൽസ്. ഏത്? വെസ്റ്റേൺ ഗട്ട്സിന്റെ. ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്ന ഹിൽസ് ആണ് ഏത്? ഷെവറോയ് ഹിൽസ് എന്ന് പറയുന്നത്. ഷെവറോയ് ഹിൽസ് ഇതിന്റെ ഭാഗമാണ്. ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്ന ഹിൽസുകൾ. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഹിൽസ് ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ കൃത്യമായി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആരാണ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഓപ്ഷൻ ഡി ആരാവല്ലി റേഞ്ച്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, അല്ലെ? ഞാൻ പറഞ്ഞെന്നാ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൗണ്ടൻ ആര്? ആരാവല്ലി. എന്നാൽ ഹിമാലയം ആണെങ്കിലോ? ഹിമാലയം ഏറ്റവും ഓൾഡസ്റ്റിന് പകരം ഏറ്റവും യങ്ങസ്റ്റ് ആണ്. ഏറ്റവും യങ്ങസ്റ്റ് മൗണ്ടൻ ഹിമാലയം. ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ ആര്? ആരാവല്ലി റേഞ്ച്. ആരാവല്ലിയാണ് ഏറ്റവും എന്താണ്? ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച്. ഓക്കെ,
ദെൻ അടുത്ത ചോദ്യം ഇൻ വിച്ച് സ്റ്റേറ്റ് വിൽ യു ഫൈൻഡ് ദി മഹേന്ദ്രഗിരി ഹിൽസ്? നമ്മുടെ അടുത്തൊരു ഹിൽസ് ആണ് മഹേന്ദ്രഗിരി കേട്ടോ. മഹേന്ദ്രഗിരി പീക്ക് ഒക്കെ ഉണ്ട്, ഹിൽസ് പോലെ തന്നെ മഹേന്ദ്രഗിരി പീക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെയാണ് മഹേന്ദ്രഗിരി സ്ഥിതി ചെയ്യുന്നത്? മഹേന്ദ്രഗിരി ഹിൽസ് കേട്ടോടാ. മഹേന്ദ്രഗിരി ഹിൽസ് വരുന്നത് ഇത് ആക്ച്വലി നമ്മുടെ ഏതിലാണെന്ന് അറിയാമോ? നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്തിലാണ് ഇത് വരുന്നത്. എവിടെയാണ്? ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്തിലാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ ഒഡീഷയിലാണ് വരുന്നത്. എവിടെയാണ്? ഒഡീഷ. ഓപ്ഷൻ സി, ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മഹേന്ദ്രഗിരി ഹിൽസ് എവിടെയാണ്? ഒഡീഷ. ഒഡീഷ ആകുമ്പോൾ നമ്മുടെ ഏതാണ്? ഈസ്റ്റേൺ ഗട്ട്സ്. നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിലാണ് വരുന്നത് കേട്ടോ. ഈസ്റ്റേൺ ഗട്ട്സിൽ എവിടെയാണ്? ഒഡീഷ കേട്ടോ. ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി ഹിൽസ് വരുന്നത് കേട്ടോ. മഹേന്ദ്രഗിരി ഹിൽസ് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഒഡീഷയിലാണ്. ഓക്കെ, സോ നോട്ട് ചെയ്ത് വെക്കുക. മഹേന്ദ്രഗിരി നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിയോമാലി ഈസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഡിയോമാലി സ്ഥിതി ചെയ്യുന്നത്? ഡിയോമാലി കേട്ടോ. ഡിയോമാലി ആക്ച്വലി ഒരു സ്റ്റേറ്റിലെ ഹയസ്റ്റ് പീക്കാണ് കേട്ടോ. ഏത് സ്റ്റേറ്റ് എന്നറിയോ? നമ്മുടെ ഒഡീഷയിലെ എന്താണ് ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ആര്? ഡിയോമാലി. നോട്ട് ചെയ്ത് വെച്ചോട്ടോ, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഡിയോമാലി എവിടത്തെ ഹയസ്റ്റ് പീക്കാണ്? ഹയസ്റ്റ് പീക്ക് ഇൻ ഒഡീഷയിലെ ഹയസ്റ്റ് പീക്ക് ചോദിച്ചാൽ ആരാ? ഡിയോമാലിയാണ് ഒഡീഷയിലെ ഏറ്റവും ഉയരം കൂടിയ എന്താണ് കൊടുമുടി എന്ന് പറയുന്നത് കേട്ടോ. ഹയസ്റ്റ് പീക്ക് ഇൻ ഒഡീഷ ആരാണ്? ഡിയോമാലി കേട്ടോ. ഹയസ്റ്റ് പീക്ക് ഇൻ ഒഡീഷ ആരാണ്? ഡിയോമാലി. ഓക്കെ, സോ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഒരു സ്റ്റേറ്റിലെ ഹയസ്റ്റ് പീക്കാണ്. ഏത് സ്റ്റേറ്റ്? ഒഡീഷയുടെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഡിയോമാലി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ദ ഹൈറ്റ് ഓഫ് മൗണ്ട് കേറ്റുവിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്ര? മൗണ്ട് കേറ്റുവിന്റെ ഹൈറ്റ് ആക്ച്വലി നമുക്കറിയാം. മൗണ്ട് കേറ്റിന് വേറൊരു പേരാണ് എന്ത്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നത് അല്ലേ. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പീക്ക് അല്ലേ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആരാ? എവറസ്റ്റ് ആണ്. എവറസ്റ്റിന്റെ ഹൈറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ അല്ലേ. 8848 അല്ലെ 8800. അത് എവറസ്റ്റിന്റെ ഹൈറ്റാ ലോകത്തിലെ ഏറ്റവും. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് അല്ലേ, അതാണ് ആര്? ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേറ്റു. അത് 8 കഴിഞ്ഞാൽ 6 പറഞ്ഞ നമ്പറാണ്. 8600. 8611 മീറ്റർ ആണ് ആര്? മൗണ്ട് കേറ്റു. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. മാത്രമല്ല ഈ മൗണ്ട് കേറ്റു ഇന്ത്യയിലെയും ഏറ്റവും എന്താണ് ഹയസ്റ്റ് പീക്കാണ് അല്ലേ. നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ആര്? ഈ മൗണ്ട് കേറ്റു എന്ന് പറയുന്നത്. എത്ര ഹൈറ്റ്? 8611 മീറ്റർ അല്ലേ. ഇത് ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് പീക്ക് അല്ലേ. ഇത് ആക്ച്വലി ഇരിക്കുന്നത് പിഒകെയിലാണ് അല്ലേ, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. അപ്പൊ ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാന്റെ ഹയസ്റ്റ് പീക്കുമാര് തന്നെയാണ് മൗണ്ട് കേറ്റു തന്നെയാണ് പാകിസ്ഥാന്റെ. കാരണം പിഒകെയിലാണ് ഇരിക്കുന്നത്, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഈ ഒരു പീക്ക് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സോ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ ഈ ഓപ്ഷൻ കണ്ടോ, 85,586. ഇതും ഒരു പ്രധാനപ്പെട്ട പീക്കിന്റെ ഹൈറ്റ് ആണ്. ആരെന്നറിയോ? നമ്മുടെ സിക്കിമിലെ കാഞ്ചൻജംഗ പീക്കിന്റെ. നമ്മുടെ സിക്കിം ഉണ്ടല്ലോ, നമ്മുടെ സിക്കിമിലെ ഒരു പ്രധാനപ്പെട്ട പീക്കാണ് ആര്? കാഞ്ചൻജംഗ. ആ കാഞ്ചൻജംഗയുടെ ഉയരമാണ് 8586. ആര്? കാഞ്ചൻജംഗ. അത് ആക്ച്വലി സിക്കിം മാത്രമല്ല, സിക്കിം നേപ്പാൾ റീജിയനിലാണ് ഈ കാഞ്ചൻജംഗ ഇരിക്കുന്നത് കേട്ടോ. എവിടെയാണ്? സിക്കിം നേപ്പാൾ ഇരിക്കുന്നത് കാഞ്ചൻജംഗ. 8586 മീറ്റർ കേട്ടോ. 8800 എവറസ്റ്റ്, 8600 ആര്? മൗണ്ട് കേറ്റു, 8500 ആര്? കാഞ്ചൻജംഗ. സോ ഈ ഹൈറ്റ് കൃത്യമായി എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 88, 86, 85.
3 പീക്ക് ലോകത്തിലെ 1, 2, 3. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഡൂബ്ഗർഗ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഓഫ് ഡാഷ് റേഞ്ച്. ഏത് മൗണ്ടൻ റേഞ്ചിലെ ഹയസ്റ്റ് പീക്കാണ് ഡൂബ്ഗർഗ്? അറിയോടാ ഡൂബ്ഗർഗ്? ഏതിലെ ഹയസ്റ്റ് പീക്കാണ് ഡൂബ്ഗർഗ്? ഡൂബ്ഗർഗ് ഓപ്ഷൻ എ സത്പുര. കേട്ടാ, സത്പുരയിലെ ഹയസ്റ്റ് പീക്കാണ് ഏത്? ഡൂബ്ഗർഗ്. കേട്ടാ, എവിടത്തെയാണ്? സത്പുരയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ഡൂബ്ഗർഗ്. കേട്ടാ, ഹയസ്റ്റ് പീക്ക് ഇൻ സത്പുര റേഞ്ച് ആരാണ്? ഡൂബ്ഗർഗ് ആണ്. ഡൂബ്ഗർഗ് ആണ് സത്പുര റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ആരാണ്? ഡൂബ്ഗർഗ്. സോ നോട്ട് ചെയ്ത, ഡൂബ്ഗർഗ് നമ്മുടെ മധ്യപ്രദേശിലാണ് കേട്ടോ. സോ മധ്യപ്രദേശിന്റെയും ഹയസ്റ്റ് പീക്ക് ആരും ചോദിച്ചാൽ ആരാണ്? ഡൂബ്ഗർഗ് ആണ് കേട്ടോ. സോ ഇവിടുത്തെ മധ്യപ്രദേശിലെയും ഹയസ്റ്റ് പീക്ക് ആരും ചോദിച്ചാൽ ആരാണ്? ഡൂബ്ഗർഗ് ആണ് കേട്ടോ. സോ നോട്ട് ചെയ്യുക കേട്ടോ. സത്പുര നമ്മുടെ വിന്ധ്യ സത്പുര, അല്ലെങ്കിൽ വിന്ധ്യയിലും ഒരു വലിയൊരു പീക്ക് ഉണ്ട് കേട്ടോ. വിന്ധ്യയിലിരിക്കുന്ന വലിയൊരു പീക്കാണ് സദ്ഭാവന പീക്ക് എന്ന് പറയും. സദ്ഭാവനയാണ് വിന്ധ്യയിലെ ഹയസ്റ്റ് പീക്ക്. അതും മധ്യപ്രദേശിലാണ്. പക്ഷെ മധ്യപ്രദേശിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഈ ഡൂബ്ഗർഗ് ആണ്. സദ്ഭാവനയെക്കാളും ഹൈറ്റ് ഉണ്ട് ആർക്ക്? ഡൂബ്ഗർഗിന്. ഡൂബ്ഗർഗ് ഏത് മലയില? സത്പുരയിലാണ്. വിന്ധ്യയിലാണ് ആര് പറഞ്ഞ? സദ്ഭാവന. ഓക്കെ, അതുപോലെ നീലഗിരി. നമ്മുടെ നീലഗിരി നമുക്കറിയാം, നമ്മുടെ 2 മലകൾ വന്ന് ചേരുന്ന സ്ഥലമാണ്. ഏതൊക്കെ മല? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും അല്ലേ? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും അതുപോലെ തന്നെ ആര്? നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സും ചേരുന്ന സ്ഥലം അല്ലേ? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് മീറ്റ് ഈസ്റ്റേൺ ഗട്ട്സ് അറ്റ് എവിടെ? നീലഗിരി അല്ലെ? ഈ നീലഗിരി എന്ന സ്ഥലത്ത് വെച്ചാണ് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും ഒരുമിക്കുന്നത്. ഈ നീലഗിരിയിൽ, അത് നമ്മുടെ നീലഗിരി എസ്റ്റേറ്റാ, തമിഴ്നാടാണ് അല്ലേ? ഇവിടെ വലിയൊരു പീക്ക് ഉണ്ട്. ആരെന്നറിയോ? നീലഗിരിയിലെ ഹയസ്റ്റ് പീക്ക് അതാണ് ഡോഡാബേട്ട. എവിടത്തെയാണ്? നീലഗിരിയിലെ ഹയസ്റ്റ് പീക്ക് കേട്ടോ. നീലഗിരിയിലെ ഹയസ്റ്റ് പീക്ക് എന്താണ്? ഡോഡാബേട്ട കേട്ടോ. എവിടത്തെ ഹയസ്റ്റ് പീക്ക്? നീലഗിരിയിലെ ഹയസ്റ്റ് പീക്ക് കേട്ടോ. അതായത് തമിഴ്നാട്ടിലെ ഹയസ്റ്റ് പീക്ക് ആരും ചോദിച്ചാൽ ആരാണ്? ഡോഡാബേട്ട. ഓക്കെ, സ്റ്റേറ്റ് തമിഴ്നാട്. ദെൻ അടുത്ത ദിവസത്തോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഷില്ലോങ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽസ്? ഏത് സംസ്ഥാനത്താണ് ഷില്ലോങ് സ്ഥിതി ചെയ്യുന്നത്? ഷില്ലോങ് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഷില്ലോങ് എവിടെയാ? നമ്മുടെ മേഘാലയയുടെ ക്യാപിറ്റലാണ് ഏത്? ഈ ഷില്ലോങ് എന്ന് പറയുന്നത് അല്ലെ? ഷില്ലോങ് എവിടെയാണ്? മേഘാലയയുടെ ക്യാപിറ്റൽ അല്ലെ? നമ്മുടെ മേഘാലയയുടെ ക്യാപിറ്റലാണ് ഏത്? ഷില്ലോങ് എന്ന് പറയുന്നത് അല്ലെ? സോ ഈ മേഘാലയ ഏത് കുന്നിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് കുന്നിന്റെ ഭാഗത്തിലാണ് ഈ മേഘാലയ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഗാസി കുന്നുകൾ അല്ലെ? നമ്മുടെ ഗാസി അല്ലെ? മേഘാലയയിലെ ഗാസി ഹിൽസിന്റെ ഭാഗമാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മേഘാലയയിലെ പ്രധാനപ്പെട്ട ഹിൽസ് ആണ് ഏത്? ഗാസി ഹിൽസ്. ഗാസി ഹിൽസിന്റെ പാർട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ഷില്ലോങ്, മേഘാലയ കേട്ടോ. മേഘാലയയിലെ പ്രധാനപ്പെട്ട ഹിൽസ് ആണ് ഏത്? ഗാസി ഹിൽസ് കേട്ടോ. ഗാസി ഹിൽസ് എവിടെയാണ്? മേഘാലയയിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽസ് ആണ് ഏത്? ഗാസി ഹിൽസ്. അവിടെയാണ് ഈ ഷില്ലോങ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ. ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആരാണ് കേട്ടോ? സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആരാണ്? സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക്? നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ആര്? ആനമുടി കേട്ടോ. ആനമുടിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. നമ്മുടെ ഏതാ? വെസ്റ്റേൺ ഗട്ട്സിലാണല്ലേ? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ് ആര് വരുന്നത്? ആനമുടി വരുന്നത്. ആനമുടിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും എന്താണ്? ഉയരം കൂടിയ കൊടുമുടി കേട്ടോ. ആരാണ്? ആനമുടി കേട്ടോ. ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ ആരാണ്? ആനമുടിയാണ് കേട്ടോ. ആനമുടി. ഓക്കെ,
സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഡോഡ ബേട്ട എവിടുത്തെ ഹയസ്റ്റ് പീക്കാ? നമ്മൾ പഠിച്ചതല്ലേ ഡോഡ ബേട്ട എവിടുത്തെ ഹയസ്റ്റ് പീക്കാണ്? ഡോഡ ബേട്ട നീലഗിരിയിലെ ഹയസ്റ്റ് പീക്കാണ് അല്ലേ? നീലഗിരി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് തമിഴ്നാട്. കൽസുബ സ്റ്റേറ്റിലെ ഹയസ്റ്റ് പീക്ക് നമ്മൾ പഠിച്ചതാ, എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഹയസ്റ്റ് പീക്ക്. മുല്യാനഗിരി എവിടത്തെ എന്നറിയോ ഹയസ്റ്റ് പീക്ക്? ഇതൊരു ഹയസ്റ്റ് പീക്കാണ് നമ്മുടെ കർണാടകയിലെ. നമ്മുടെ കർണാടകയുടെ ഹയസ്റ്റ് പീക്കാണ് ആര്? മുല്ലയാനഗിരി കേട്ടോ. മുല്ലയാനഗിരി എവിടത്തെയാണ്? കർണാടകയുടെ ഹയസ്റ്റ് പീക്ക്. കർണാടകയുടെ ഹയസ്റ്റ് പീക്കാണ് ആര്? മുല്ലയാനഗിരി പീക്ക് കേട്ടോ. കർണാടകയുടെ ഹയസ്റ്റ് പീക്ക്. ദെൻ അടുത്ത സ്ലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, ദ ഹിൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ആർ കാൾഡ് ഡാഷ്. നോർത്ത് ഈസ്റ്റിലെ ഹിൽസിനെ വിളിക്കുന്ന പേര് എന്താണ്? നോർത്ത് ഈസ്റ്റിലെ ഹിൽസിനെ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? നോർത്ത് ഈസ്റ്റിലെ ഹിൽസിനെ വിളിക്കുന്ന പേര് ആക്ച്വലി നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ഹിൽസുകൾ, അത് നമ്മുടെ അങ്ങ് നോർത്ത് ഉണ്ടല്ലോ, ഇന്ത്യ മ്യാൻമർ ബോർഡർ, അവിടെ വരുന്ന മലകളാണ് പൂർവാചൽസ് എന്ന് പറയുന്നത്. ആരാണ്? പൂർവാചൽസ് കേട്ടോ. പൂർവാചൽസ് ഏതൊക്കെ സ്റ്റേറ്റിലുണ്ടെന്ന് അറിയോ? നമ്മുടെ അരുണാചൽ പ്രദേശിലുണ്ട്, തൊട്ട് താഴെ നാഗാലാൻഡിലുണ്ട്, ദെൻ തൊട്ട് താഴെ മണിപ്പൂരിലുണ്ട്, ദെൻ തൊട്ട് താഴെ മിസോറാമിലുണ്ട്. ഈ 4 സ്റ്റേറ്റിലാണ് ഈ പൂർവാചൽ ഉള്ളത്. പക്ഷെ ഈ 4 സ്റ്റേറ്റിലും 4 പേരുകളിലാണ് ആരറിയപ്പെടുന്നത്? പൂർവാചൽ അറിയപ്പെടുന്നത്. എന്തൊക്കെ പേരെന്നറിയോ? അരുണാചൽ പ്രദേശിൽ പൂർവാചലിന്റെ പേരാണ് പത്കൈ ബം എന്നറിയപ്പെടും. പത്കൈ ബം മലനിര എന്ന പേരിലാണ് ഇത് അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്. എന്നാൽ നാഗാലാൻഡിലോ ഇത് നാഗാ ഹിൽസ് എന്ന പേരിൽ അറിയപ്പെടും. നാഗാ ഹിൽസ് എന്ന പേരിൽ. എവിടെയാണ്? നാഗാലാൻഡിൽ കേട്ടോ. നാഗാലാൻഡിൽ എന്ത് പേരിലാണ്? നാഗാ ഹിൽസ് എന്ന പേരിൽ അറിയപ്പെടും കേട്ടോ. എന്നാൽ മണിപ്പൂരിലോ? മണിപ്പൂരിൽ മണിപ്പൂരി ഹിൽസ് എന്നറിയപ്പെടും. മണിപ്പൂരിൽ എന്താണ്? മണിപ്പൂരി ഹിൽസ് എന്നറിയപ്പെടും. മണിപ്പൂരിൽ കേട്ടോ. മണിപ്പൂരിൽ എന്താ പേര്? മണിപ്പൂരി ഹിൽസ്. എന്നാൽ മിസോറാമിലോ? മിസോറാമിൽ മിസോ ഹിൽസ് എന്നും കേട്ടോ. മിസോ ഹിൽസ് എന്നും, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്. മറ്റൊരു പേരാണ് ലൂഷായി ഹിൽസ്. ഏതാണ്? ലൂഷായി ഹിൽസ് എന്ന് അറിയപ്പെടും കേട്ടോ. മിസോറാമിൽ മിസോ എന്നും അറിയപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ലൂഷായി ഹിൽസ് കേട്ടോ. ലൂഷായി ഹിൽസ് എവിടെയാണ്? മിസോറാമിലെ പേര്. സോ 2 പേരിലാണ്. മിസോ ഹിൽസ് എന്നും അറിയപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ലൂഷായി ഹിൽസ് എന്നും എവിടെ അറിയപ്പെടും? മിസോറാമിൽ അറിയപ്പെടും. ആര്? പൂർവാചൽ കേട്ടോ. ഈ ഒരു മലയുടെ ഈ 4 സംസ്ഥാനങ്ങളുടെ പേര്: അരുണാചലിലെ പേര് പത്കൈബം, നാഗാ ഹിൽസ്, മണിപ്പൂരിൽ മണിപ്പൂരി ഹിൽസ്, മിസോറാമിൽ മിസോ എന്നും അറിയപ്പെടും, ലൂഷായി ഹിൽസ് എന്നും അറിയപ്പെടും. ഓക്കെ, സോ പൂർവാചലും നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് പോയല്ലോ. അടുത്തത്, സാഡിൽ പീക്ക് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഓഫ് ഡാഷ്. എവിടത്തെ ഹയസ്റ്റ് പീക്കാണ് സാഡിൽ? സാഡിൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ, നമ്മുടെ നോർത്ത് ആൻഡമാനിലാണ് ഇത് വരുന്നത്. ഏത് ഐലൻഡിലാണ്? നോർത്ത് ആൻഡമാൻ ഐലൻഡിലാണ്. സോ ആൻഡമാൻ നിക്കോബാറിലെ ഹയസ്റ്റ് പീക്കാണ് ആര്? സാഡിൽ പീക്ക്. ഒരുപാട് എക്സാം ചോദിച്ചിട്ടുണ്ട്, സാഡിൽ പീക്ക് എവിടത്തെ ഹയസ്റ്റ് പീക്കാണ്? എവിടത്തെയാണ്? ആൻഡമാൻ നിക്കോബാറിലെ ഹയസ്റ്റ് പീക്കാണ്. ഓക്കെ, സോ അത് നോട്ട് ചെയ്യുക. ആ പീക്കും സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 4 പ്രധാനപ്പെട്ട പീക്കുകൾ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നല്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പീക്കുകളാണ് കേട്ടോ. അതിലിപ്പം പാകിസ്ഥാന്റെ പീക്ക് നമ്മുടെ മൗണ്ട് ഗേറ്റ് തന്നെയാണ് ഇവിടുത്തെ പാകിസ്ഥാന്റെ ഹയസ്റ്റ് പീക്ക് പാകിസ്ഥാനിൽ. പിന്നെ നേപ്പാളിൽ നമ്മുടെ ആരാ? മൗണ്ട് എവറസ്റ്റ് ആണ് നേപ്പാളിൽ. ബാക്കി 1-2 പീക്ക് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഭൂട്ടാൻ ഒരു PYQ ആണ്, മുൻവർഷം ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഭൂട്ടാന്റെ ഹയസ്റ്റ് പീക്ക് അത് ഗാൻകർ ബെൻസം ആണ് ഇവിടുത്തെ ഭൂട്ടാനിലെ ഹയസ്റ്റ് പീക്ക്. ആരാണ്? ഗാൻകർ ബെൻസം. അടുത്ത ശ്രീലങ്ക ഇപ്പൊ കൂടി ലാസ്റ്റ് ഇയർ കൂടി ഒരു എക്സാമിന് ചോദിച്ചതാണ് കേട്ടാ. ശ്രീലങ്കയുടെ ഹയസ്റ്റ് പീക്ക് എന്താണ്? പിതുറു തലഗല എവിടത്തെയാണ്? നമ്മുടെ ശ്രീലങ്കയുടെ ഹയസ്റ്റ് പീക്ക്. ഇപ്പൊ 2023 എക്സാമിൽ ചോദിച്ചാണ് കേട്ടാ. പിതുറു തലഗല എവിടത്തെയാണ്? ശ്രീലങ്കയുടെ. ഇനി ബംഗ്ലാദേശിന്റെ ഹയസ്റ്റ് പീക്ക്, അതും നോട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ബംഗ്ലാദേശിന്റെ ഹയസ്റ്റ് പീക്ക് കിയോക്രാഡോങ് ആണ് ഇവിടുത്തെ ബംഗ്ലാദേശിന്റെ
ഹയസ്റ്റ് പീക്ക് കേട്ടാ. ദെൻ മ്യാൻമറും ഇതിനു മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2024 CGL എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. അതായത് മ്യാൻമറിന്റെ 23 കേട്ടോ. എന്താണ് കക്കാബോ റാസി എവിടത്തെയാണ് മ്യാൻമറിന്റെ ഹയസ്റ്റ് പീക്ക് ആരാണ് കക്കാബോ റാസി. സോ ഈ 4 അയൽ രാജ്യങ്ങളുടെയും പീക്ക് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം എക്സാമിന് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പീക്കുകളും മൗണ്ടൻസും അതുപോലെ ഹിൽ സ്റ്റേഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയതല്ലേ. സോ നമുക്ക് ഉറപ്പാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒന്നല്ല ഒരുപാട് ക്വസ്റ്റ്യൻ, ഏകദേശം നല്ലൊരു ചോദ്യം, ഒരു 10-15 ചോദ്യം അടുപ്പിച്ച് എന്ന് വരും ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ വരുന്ന NDPSC എക്സാമിന് വരുന്നതാണ്. സോ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, സോ അടുത്ത സെഷൻ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.